സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ വിശേഷപ്പെട്ട ഒരു വാർത്ത ഇന്ത്യയിൽ നടന്നിട്ട്, ഒരു സംഭവം നടന്നിട്ട്, കേരളത്തിലെ ഈ സായാഹ്ന ചർച്ച നടത്തുന്ന ചാനലുകളൊന്നും അത് ചർച്ചയാക്കിയില്ല. കാരണം പ്രതികളെല്ലാം RSSകാരോ സംഘപരിവാറുക ശക്തികളിലെ അംഗങ്ങളോ ആണ്. അതാണ് കാര്യം. അതായത് ISIS ബന്ധമുള്ള അന്താരാഷ്ട്ര ആയുധക്കടത്ത് സംഘം പിടിയിലായി. 4 പേരുണ്ട്. പാകിസ്ഥാനിൽ നിന്നാണ് ആയുധക്കടത്ത് നടത്തുന്നത്. ആവശ്യമനുസരിച്ച് എവിടെ വേണമെങ്കിലും ബോംബാ, AK-47 എന്ത് സാധനം വേണമെങ്കിലും ഇവന്മാർ എത്തിച്ചു കൊടുക്കും. അജയ്, മൺദീപ്, ദൽവിന്ദർ, രോഹൻ. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ മുസ്ലിം ആക്കാം ഇവരെയൊക്കെ. ഒരു അല്ലെന്നോ അല്ലെങ്കിൽ ഒരു മുഹമ്മദെന്നോ ചേർത്താൽ മതി. പക്ഷേ അത് ചേർക്കാൻ കഴിഞ്ഞില്ല അവർക്കൊന്നും. അപ്പോൾ ഈ 4 പേര് പിടിയിലായിട്ട് അന്തിച്ചർച്ചയൊന്നും ഇല്ല കേരളത്തിൽ. അല്ലെങ്കിൽ എന്തൊക്കെ ഇവിടെ ചർച്ച നടത്തുമായിരുന്നു. ഷേഖന എന്ന് പറയുന്ന ഒരു ന്യൂസുണ്ട്, ജനം TV ഉണ്ട്. ഇവരെല്ലാം കൂടെ വൈകുന്നേരം അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് അങ്ങോട്ട് തുടങ്ങും. ക്രിസ്ത്യാനികളാണെല്ലാം അങ്ങോട്ട് വന്നിരുന്നു. ഇത് ഭയങ്കരമായ ആയുധക്കടത്താണ്, പാകിസ്ഥാൻ അങ്ങനെ കൊടുക്കുന്നു, മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ആയുധങ്ങളും ബോംബുകളും കൊടുത്ത് ഇവിടെ ഇല്ലാത്ത ഭീകരാവസ്ഥ സൃഷ്ടിക്കുകയാണ്, അവർ ഭീകരന്മാരാണ്, ഏത് സമയവും നമ്മുടെ വീടും കൂടും നമ്മുടെ ജനങ്ങളെയും അവർ കൊന്നു കുഴിച്ചു മൂടും എന്ന് പറയുമായിരുന്നു. ചാനൽ ചർച്ചയിലൊന്നും അത് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അത് വരാത്തത്? മറുനാടൻ മലയാളി മിണ്ടിയില്ല, ഷേഖന ന്യൂസ് മിണ്ടിയില്ല, ഒരു വാളയാർ സുനിലുണ്ട്, അവൻ്റെ ABC അല്ലെങ്കിൽ ഇന്ത്യ വിഷൻ TV എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതായിട്ടൊക്കെ നടത്തുന്നുണ്ട്. അവരുടെ എന്നും ചാനലിലൊന്നും ഇത് ചർച്ചയാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അവരെല്ലാം സംഘപരിവാറായ എന്ത് തെമ്മാടിത്തരവും എന്ത് ചെറ്റത്തരവും കാണിക്കുക, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരാണ്. അതായത് സംഘപരിവാറുകാർ തന്നെയാണ്, RSSകാർ തന്നെയാണ്. എന്തെങ്കിലും വല്ല കച്ചടയും കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഒറ്റുകൊടുക്കും, അവരെന്തും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സാധാരണ ജനങ്ങൾക്കറിയാം അവരെന്ത് ചെറ്റത്തരവും കാണിക്കും. പിന്നെ പ്രതിരോധ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകി 2 UP സ്വദേശികൾ പിടിയിൽ. വേണമെങ്കിൽ പറയാം, അൽ രോഹിത്, അൽ സാന്ദ്രി, അല്ലെങ്കിൽ മുഹമ്മദ് രോഹിത്, മുഹമ്മദ് സാന്ദ്രി എന്ന് പറയാം. അപ്പോൾ 2 പേരും നമ്മുടെ സംഘപരിവാറിൽപ്പെട്ടവരാണ്. അതും ചർച്ചയാവുന്നില്ല. അതെന്തുകൊണ്ടാണ് ചർച്ചയാവാത്തത്? ഇന്ത്യയിലെ ഒരു ചാനലുകളും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതായത് ഇപ്പോൾ 4 പേര് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ കള്ളക്കടത്ത് നടത്തുകയാണ്. അന്താരാഷ്ട്ര ബന്ധമുണ്ട്, എവിടെ നിന്നും എന്ത് സാധനം അവരെത്തിച്ചു കൊടുക്കും. ബോംബാണെങ്കിൽ ബോംബ്, വേറെ എന്തെങ്കിലും റോക്കറ്റുകളാണെങ്കിൽ റോക്കറ്റിൽ ഷോൾഡറിൽ കൊണ്ടു നടക്കുന്ന അതാണെങ്കിൽ അത്, എന്ത് സാധനം വേണമെങ്കിലും അവരെത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇത് 6 പേരാണ്. അപ്പോൾ 2 പേര് പ്രതിരോധ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തു, അവർ പിടിയിലായി. അത് സംഘപരിവാറുകാർ, RSS ബന്ധമുള്ളവർ. മറ്റേതെന്ന് പറയുന്നത് ആയുധക്കടത്ത് പാകിസ്ഥാനിൽ നിന്ന് തന്നെ, നമ്മുടെ ശത്രു രാജ്യത്തിൽ നിന്ന് തന്നെ ആയുധം കള്ളക്കടത്ത് നടത്തി ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കും. കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയും. അപ്പോൾ അത് ഇസ്ലാമിക ഭീകരതയാണ്, ഇസ്ലാമിക തീവ്രവാദമാണ്, രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞ് അന്തിച്ചർച്ചയൊന്നും നടത്തുന്നില്ല. എന്തുകൊണ്ടാണത്? അപ്പോൾ ജാതിയും മതവും നോക്കിയാണ് ഇവിടെ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ അവർ ഭീകരവാദിയാവും, അവർ രാജ്യദ്രോഹിയാവും, അവരില്ലാത്ത കുഴപ്പക്കാരാവും, അവരെ നമ്മൾ ഭയക്കണം, അവരെന്തും ചെയ്യും, അവർക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബന്ധങ്ങളുണ്ട്, IS ബന്ധമുണ്ട്, ISലേക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ആളുകളാണ്. അതായത് 15 വയസ്സായ ഒരു പയ്യൻ, ഇംഗ്ലണ്ടിൽ പഠിച്ച ഒരു പയ്യനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ട് ISൽ തിരുവനന്തപുരത്ത് നിന്നാണ് റിക്രൂട്ട് ചെയ്യുന്നത്. വേറെ എവിടെ നിന്ന്? അവ ഇംഗ്ലണ്ടിൽ നിന്നൊന്നും പോകാനൊത്തില്ല. അപ്പോൾ ഇത്ര ചെറ്റത്തരം പറയുന്ന ചാനലുകൾ കേരളത്തിൽ ഇങ്ങനെ വർഗീയ വിഷം അങ്ങനെ കലക്കി വിടയാണ്. ഏതെല്ലാം രീതിയിൽ ഇലക്ഷൻ വരെയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട്, മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി, വർഗീയ വേർതിരിവുണ്ടാക്കി, ജനങ്ങളുടെ ഇടയിലും വിദ്വേഷവും വെറുപ്പും ഒക്കെ ഉണ്ടാക്കി, ഇല്ലാത്ത കുഴപ്പമുണ്ടാകാം. മനുഷ്യനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. പട്ടിണിയായിരുന്നാലും ശരി, മനുഷ്യന് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ എന്താണ്?
അത് മതിയല്ലോ, ആഹാരം കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ, സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റാ മതിയല്ലോ. ഇതിപ്പോ ഭീകരാക്രമണം എപ്പോഴും ഉണ്ടാവും. അവര് മുസ്ലിങ്ങൾ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്. ഇത് പറയാത്ത ഒരു ചാനലിലുള്ള മെയിൻ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ക്രിസംഖ്യകളാണ്. അവന്മാർക്ക് ഇതാണ് ജോലി, വേറൊന്നുമില്ല. അതായത് പണ്ട് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്ന് ചെയ്തത് എന്താണെന്ന് അറിയാനില്ല, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുക. എന്നിട്ട് പാകിസ്ഥാനും ഇന്ത്യ എന്ന് പറഞ്ഞ രണ്ട് രാജ്യം ഉണ്ടാക്കി വിട്ടു. അത് മാത്രമോ, കാശ്മീർ എന്ന് പറയുന്ന ഒരു കീറാമുട്ടിയ അങ്ങനെ നിലനിർത്തിയിട്ട് പോയി. അവർ തമ്മിൽ അടിക്കട്ടെ. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് അവരുടെ. അതേ പോളിസി തന്നെയാണ് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രിസ്ത്യാനികളും ചെയ്യുന്നത്. പറയാതിരിക്കാൻ ഒക്കില്ല. അവര് നമ്മളെ കൊണ്ട് പറഞ്ഞ് പറയിക്കുന്നതാണ്. എന്നിട്ട് മുസ്ലിങ്ങളെ മണ്ടയിൽ കുതിര കയറുക. അവര് ഭീകരന്മാരാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് കിടന്നുറങ്ങാക്കുന്നില്ല. അതെങ്ങനെ പിന്നെ നിലപാട് എന്ന് പറഞ്ഞ് പിന്നെ ഒരു ഇതാണ് അവരെല്ലാ ദിവസവും ചർച്ച ചെയ്യും. 3 ക്രിസ്ത്യാനികൾ വന്നിരിക്കും. അപ്പൊ അങ്ങനെയല്ലേ, പിന്നെ ഇങ്ങനെയല്ലേ, അവർ നമ്മൾ അങ്ങനെ ചെയ്യില്ലേ, അവർ ഇങ്ങനെയല്ലേ, മുസ്ലിങ്ങൾ ഭീകരന്മാരല്ലേ, കാർ ബോംബ് സ്ഫോടനം നടത്തിയില്ലേ, ആ കാർ ബോംബ് സ്ഫോടനം നടത്തിയ കാർ കൊണ്ട് കൊടുത്തവൻ ആരാണ്? ദേവേന്ദ്ര സിംഗ് എന്നാണ്. അപ്പൊ അവനെ അറസ്റ്റ് ചെയ്തോ, ചോദ്യം ചെയ്തിട്ടില്ല. അവൻ ഇതിൽ പ്രശ്നമേ അല്ല. അപ്പോ ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് ആ മരിച്ച ആള് മരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ആരറിഞ്ഞു? അപ്പൊ ഇതൊക്കെ ഇവർ പറയുന്നത് നമ്മൾ അങ്ങ് വിശ്വസിച്ചോളൂ, അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാണ്. എന്തായാലും ശരി, നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ രാജ്യദ്രോഹികളെ, ഭീകരന്മാരെ നമ്മൾ സൂക്ഷിക്കുക. അത് ആരാവട്ടെ, ജാതിയാവട്ടെ, മതവും ഇതൊന്നും പ്രശ്നമില്ല. ലോകം കണ്ട ആദ്യത്തെ, അല്ലാതെ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ കണ്ട ആദ്യത്തെ ഭീകരൻ RSSകാരൻ നാഥുറാം വിനായക് ഗോഡ്സെ. കേരളം കണ്ട ആദ്യത്തെ ഭീകരൻ, ബോംബ് സ്ഫോടനം നടത്തിയവൻ ക്രിസ്ത്യാനി. അപ്പൊ ഇത് രണ്ടും നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പൊ അവർക്ക് രണ്ടുപേരുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരൻ നാഥുറാം വിനായക് ഗോഡ്സെ. കേരളത്തിലെ ആദ്യത്തെ ഭീകരൻ ക്രിസ്ത്യാനി. കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം നടത്തി 13 പേരെ കൊന്ന് 40 പേര് ഹോസ്പിറ്റലിലാക്കി. അപ്പൊ ഇത് എന്നിട്ടാണ് പറയുന്നത് മുസ്ലിങ്ങൾ ഭീകരൻ. മുസ്ലിങ്ങൾ ആരെയാണ് കൊന്നത്? മഹാത്മാഗാന്ധി വെടിവെച്ചു വന്ന മുസ്ലിമാണ്, ഇന്ദിരാഗാന്ധി വെടിവെച്ചു വന്ന മുസ്ലിമാണ്, രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനം നടത്തി കൊന്നത് മുസ്ലിമാണ്? അല്ലല്ല. അപ്പൊ ഇതിനി കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം നടത്തി 13 പേരെയും 40 പേരെ ഹോസ്പിറ്റലിലുമാക്കി ആരാണ്? മുസ്ലിമാ. മലേഗാവ് സ്ഫോടനം നടത്തിയത് മുസ്ലിമാ. അവളിന്ന് പാർലമെന്റിൽ മെമ്പറാണ് BJPയുടെ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വേണം സാധാരണ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ച് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കേണ്ടത്. മുസ്ലിങ്ങളെ പേരിൽ അങ്ങ് കുതിര കയറേണ്ട, എന്തും ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും. എന്നിട്ട് അവർ പിന്നെ ന്യായങ്ങൾ, വേറെ പല ന്യായങ്ങളും അവർ കൊണ്ടുവരും. കാര്യം അവർക്ക് മറുപടി കൊടുക്കാൻ വേറെ ആരും അവിടെ ഇല്ലല്ലോ. ആ ചാനൽ എന്ന് പറയുന്നത് 3 പേരും ക്രിസ്ത്യാനികളാണ്. അവരിങ്ങനെ അവരുടെ പിന്നെ ഇത് അങ്ങ് പറയാണ്, എന്തെങ്കിലും കേട്ടോട്ടെ. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വെറുപ്പും വിദ്വേഷവും ആദ്യമേ ഉണ്ടാക്കിയെടുക്കുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ. അപ്പോൾ എങ്ങനെ പിന്നെ ഇത് ചെയ്താലും, ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്, വിമർശിക്കുന്നത്, അവരെ ജനങ്ങൾ മനസ്സിലാക്കും. അവരെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാവും അവരൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്ന അത്രയും യവന്മാർ തന്നെയാണ്. തെണ്ടിത്തരം കാണിക്കുന്ന അത്രയും, ഭീകര പ്രവൃത്തി ചെയ്യുന്നത് അത്രയും അവർ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനാരാണ്? ലോകം കണ്ട ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊന്നു തള്ളിയ ഭീകരനാരാണ്? സ്റ്റാലിനാണ്. സ്റ്റാലിൻ ആരാണ്? മുസ്ലിമാ? ക്രിസ്ത്യാനിയാണ്. അഡോൾഫ് ഹിറ്റ്ലർ മുസ്ലിമാണ്? ക്രിസ്ത്യാനിയല്ലേ? അപ്പോ മില്യൺ കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാരെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. അത് ഞാൻ പറയണ്ട, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാർ, ലോകത്തിലെ ആളുകളെ ഏറ്റവും കൂടുതൽ കൊന്നു കൂട്ടിയിട്ടുള്ള പിന്നെ ലോക ഭരണാധികാരികളെ നിങ്ങൾ എടുത്താൽ, ഇന്ത്യയിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ആ സ്വാതന്ത്ര്യത്തിനെ ചോരയിൽ മുക്കിക്കൊന്ന് 16 ലക്ഷം ഇന്ത്യക്കാരെ കൊന്നത് ആരാണ്? മുസ്ലിമാ? അതും ക്രിസ്ത്യാനി, ഇംഗ്ലീഷുകാരായ ക്രിസ്ത്യാനികൾ. അത് പറയില്ല അവര്. അവർ പറയും ഇംഗ്ലീഷുകാർ വന്നു, അമേരിക്കക്കാർ വന്നു, പിന്നെ റഷ്യക്കാർ വന്നു, ജർമ്മൻകാരൻ കൊന്നു, ക്രിസ്ത്യാനി വന്നു എന്ന് പറയില്ല. അതേസമയം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം കൊല്ലട്ടെ, മുസ്ലിം രാജ്യമായോട്ടെ, മുസ്ലിം ഭീകരന്മാർ കൊന്നു എന്ന് പറയും. ഇത് ക്രിസ്ത്യാനികൾ കൊന്നു എന്ന് അവർ പറയില്ല, മിണ്ടൂല്ല. ഇത് മനസ്സിലാക്കണം, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണം.
മനുഷ്യന്മാർ ചിന്തിക്കണം. അതായത് നിങ്ങൾ ഇത് പറഞ്ഞു പറയിക്കുകയാണ്. നിങ്ങൾ മുസ്ലിങ്ങളുടെ മേക്കിട്ട് കയറാൻ വന്നാൽ മുസ്ലിങ്ങൾ സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും. ജനങ്ങൾ അത് മനസ്സിലാക്കും, നിങ്ങളെ പറ്റി മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമില്ലാത്ത ചർച്ചകൾ ഒഴിവാക്കണം. ആവശ്യമില്ല, അതായത് ഒരു മതത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും കാര്യമില്ല. കാര്യം ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളെ ഭയമാണ്, ഇസ്ലാമിനെ ഭയമാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ അവർ അഹോരാത്രം പണിമിട്ട് കോടികൾ ചെലവഴിച്ച് പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറ്റിയെടുക്കുന്നുണ്ട് ക്രിസ്ത്യാനികളായിട്ട്. ആ ക്രിസ്ത്യാനികളെല്ലാം അവസാനം അവരുടെ പിന്നെ ക്രിസ്ത്യാനികളായ ആൾക്കാരും പഴയ ക്രിസ്ത്യാനികളും ഇസ്ലാം മതത്തിലോട്ട് വരും. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് ക്രിസ്ത്യാനികൾ തന്നെയാണ് പറയുന്നത്. ഗൂഗിളിലാണ് പറയുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതാരും ഗൂഗിൾ നടത്തുന്ന മുസ്ലിങ്ങളല്ലല്ല. അപ്പോൾ 2.3 ബില്യൺ പിന്നെ ക്രിസ്ത്യാനികളാണ് ലോകത്തുള്ളത്. ലേറ്റസ്റ്റ് കണക്കതാണ് 2.3 ബില്യൺ. അപ്പോൾ മുസ്ലിങ്ങളെ തൊട്ട് ബാക്കിലുണ്ട് 2 ബില്യൺ. അപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനികളെ കവർ ചെയ്ത് പോകുന്നതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഇസ്ലാം മതത്തിൽ വരുന്ന ഫിലിപ്പൈനിലാണ്. ഞാനിവിടെ ജിദ്ദയിലാണ്, സൗദി അറേബ്യയിലാണ്. ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. പല ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഇസ്ലാമിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിമർശനം കൂടുതലുണ്ടാവുമ്പോൾ, ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാം എന്താണെന്ന് അവർ പഠിക്കും. ഇസ്ലാമിനെ പറ്റി പഠിക്കുമ്പോൾ അവർക്ക് തോന്നും അതാണ് ശരിയെന്ന്. ലോക മതങ്ങളിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ആരാധനയുടെ കാര്യത്തിൽ യൂണിഫോമിറ്റി ഉള്ള ഒരേ ഒരു മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. കാര്യം ദൈവം തമ്പുരാന് ലോകത്തുള്ള എല്ലാവരും, മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരും വിളിക്കുന്നത് ഇസ്ലാം മത വിശ്വാസികൾ അള്ളാ. അതിപ്പോ ഇന്ത്യക്കാരനായിരുന്നാലും ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിലുള്ളവരും, തമിഴ്നാട്ടിലുള്ളവരും, കർണാടകയിലുള്ളവരും, ആന്ധ്രയിലുള്ളവരും, ഹരിയാനയിലുള്ളവരും, യു പിക്കാരനും, കാശ്മീരിലുള്ളവരും, ഡൽഹിയിലുള്ളവരും, ബംഗാളിലുള്ളവനും, ആസാമിലുള്ളവനും പറയുന്ന അള്ളാ തന്നെ. നബി, പ്രവാചകൻ മുഹമ്മദ്, അതിനൊരു മാറ്റമില്ല. അതിന് ആഫ്രിക്ക ആവട്ടെ, ഏഷ്യ ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, കാനഡ ആവട്ടെ, യൂറോപ്പ് ആവട്ടെ, ഏത് രാജ്യത്ത് പോയാലും അത് തന്നെ. മുഹമ്മദ് തന്നെ. മുഹമ്മദ് പ്രവാചകൻ, അള്ളാഹ് എന്ന് പറയുന്നത് സൃഷ്ടാവ്. അപ്പോൾ ഈ യൂണിഫോമിറ്റി ലോകത്തൊരു മതങ്ങൾക്കില്ല. ഇപ്പൊ യേശു എന്ന് ഇവിടെ കേരളത്തിൽ പറയുന്നത്, ഈ യേശു എന്ന് പിന്നെ നിങ്ങൾ ബ്രിട്ടനിൽ പോയി പറഞ്ഞാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ പറഞ്ഞു ആരാണ് യേശു എന്ന് ചോദിക്കും. അതേസമയം അവിടെ പോകുമ്പോഴത്തേക്ക് ജീസസ് എന്ന് പറയാം. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിന് മേന്മ നടിച്ച് പറയുകയല്ല ഞാൻ പറയുന്നത്. യൂണിഫോമിറ്റി എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ആരാധനയുടെ കാര്യത്തിൽ യൂണിഫോമിറ്റി മുസ്ലിങ്ങൾക്ക് മാത്രമേ, ആ സമുദായത്തിനേ ഉള്ളൂ. വേറെ എല്ലാ സ്ഥലത്തും പോകുമ്പോഴത്തേക്ക് ഈ ആരാധനയ്ക്ക് മാറ്റം വരുന്നുണ്ട്. അതാണ് പ്രശ്നം, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ അതിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അവര് പിന്നെ ജനങ്ങൾ സാധാരണ ജാതി മതം, ഇപ്പൊ എൻ്റെ മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ മുസ്ലിമായി, ശരി. പക്ഷെ എനിക്ക് അറിവ് വന്നതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി പഠിക്കണമല്ലോ. പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതാണ് ശരിയെന്ന് തോന്നി, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. വേറൊരാളിനെ പഠിക്കത്ത് പറയണേ എനിക്ക് അതിൽ വിശ്വാസമില്ല, എനിക്ക് ക്രിസ്ത്യൻ മതത്തിലാണ് വിശ്വാസം, അവൻ അതിന് പോട്ടെ. വേറൊരാൾ പറയണേ ഇല്ല എനിക്ക് ഹിന്ദു മതത്തിലാണ് വിശ്വാസം, അതിൽ പോട്ടെ. പിന്നെ ഹിന്ദു മതം എന്ന് പറയുന്നത് മതമല്ല, അതൊരു സംസ്കാരമാണ്. ഹിന്ദു എന്ന് വിളിച്ചത് ആരാണ്? മുസ്ലിങ്ങളായ അറബികളാണ് വിളിച്ചത്. അതായത് സിന്ധു നദീതട സംസ്കാരം. ലോകത്ത് പിന്നെ പണ്ട് കാലത്ത് ഈ നദീതടങ്ങളിലാണ്, ഈ പുഴയുടെ പിന്നെ വക്കത്താണ് ഇങ്ങനെ ജനങ്ങൾ തമ്പടിച്ചിരുന്നത്, ജീവിച്ചിരുന്നത്. ആ സംസ്കാരമാണ് അതായത് നദീതട സംസ്കാരം എന്ന് പറഞ്ഞത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് പിന്നെ സിവിലൈസേഷൻ, അങ്ങനെ ലോകത്തിൽ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലുമാണ് അങ്ങനെ സിവിലൈസേഷൻ, സംസ്കാരവും പിന്നെ ഇതുമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ നദികളുടെ കരകളിലാണ് മനുഷ്യൻ പണ്ട് താമസിച്ചിരുന്നത്. എന്തിനാണ്? വെള്ളം കുടിക്കാൻ കിട്ടും, കുളിക്കാനും, വസ്ത്രം കഴുകാൻ, വസ്ത്രം എന്ന് പറയാനൊക്കില്ല, കുളിക്കാനും മറ്റതിനും ആഹാരം പാചകം ചെയ്യാനും എല്ലാം കിട്ടും. പിന്നെ മത്സ്യങ്ങളെ പിടിക്കാം, മൃഗങ്ങളെ വേട്ടയാടി അതിനെ കഴിച്ചിടുക. ഇപ്പൊ ശ്രീരാമനും ഒക്കെ ഇപ്പൊ അഹിംസ പറയുന്നു. എന്ത് അഹിംസയാണ്? പണ്ടുള്ള എല്ലാവരും ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാം എങ്ങനെയാണ് വേട്ടയാടി, മൃഗങ്ങളെ വേട്ടയാടിയാണ് കഴിച്ചിരുന്നത്. അതൊക്കെ ഇന്നിപ്പോ അവർ പറയും. ഇപ്പൊ ഇന്ന് ഞാൻ ഒന്നില് കണ്ട് പിന്നെ ഇവൻ വാളയാർ സുനില്, അവനൊരു പൊട്ടനാണ്.
അവന് ജേർണലിസം പഠിച്ചതാണ്. ശ്രീരാമന്റെ നഷ്ടപ്പെട്ട കൊടി വീണ്ടും കിട്ടി. ശ്രീരാമന്റെ നഷ്ടപ്പെട്ട കൊടി വീണ്ടും കിട്ടിയെന്ന്. അത് എവിടെ പോയി കിടന്നു? ആ കൊടി എവിടെ ഇരുന്നു ഇത്രയും നാള്? പിന്നെ ഒരു പ്ലെയിൻ കണ്ടു കിട്ടി, ബോയിങ് ഒരു ബോയിങ് വിമാനം കണ്ടു കിട്ടി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ വിചാരിച്ചു യമൻ പറയുന്ന മണ്ടത്തരം ഇനി കേൾക്കണ്ട കൂടുതലായിട്ട്. അപ്പൊ ബുദ്ധിസ്ഥിരതയില്ലാത്ത മണ്ടന്മാർ. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്ലെയിൻ ഉണ്ടാക്കിയവരാണ് മോഡിയും കൂട്ടരും. അതായത് ശ്രീരാമൻ പുഷ്പ വിമാനം ഉണ്ടാക്കിയതും രാവണൻ പുഷ്പ വിമാനം ഉണ്ടാക്കിയത്, അതിലാണ് അവർ വളർന്നതെന്നൊക്കെ പറയുന്നത്. എന്തായാലും ശരി, നമ്മളെ തേജസ് എന്ന് പറയുന്നത് 53% പിന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത, ബാക്കി അതിൻ്റെ ഇതെന്ന് പറയുന്ന മെയിൻ 47% പിന്നെ സാധനങ്ങളും പുറത്തുള്ള കമ്പനിയാണ് കൊടുക്കുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനിയാണ് കൊടുക്കുന്നത്. അപ്പൊ തദ്ദേശമായി വികസിപ്പിച്ചെടുത്തതൊന്നും അല്ല. അപ്പോ ഇതിൽ അട്ടിമറി ഉണ്ടോ? അതായത് നമ്മുടെ അഭിമാനമായിരുന്ന, നമ്മുടെ എല്ലാ പ്രതീക്ഷകളുമായിരുന്നതാണ് തേജസ് എന്ന യുദ്ധവിമാനം. എന്തായാലും അത് തകർന്നു വീണ് ആ പൈലറ്റ് വീരമൃത്യു മരിച്ചു. അതിനോട് പിന്നെ അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന തേജസ് എന്തുകൊണ്ട് ആദ്യത്തെ പറക്കലിനും രണ്ടാമത്തെ പറക്കലിനുമാണ്, അതായത് കൂട്ടമായിട്ട് പറന്ന സമയത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു, രണ്ടാമത് ഒറ്റയ്ക്ക് പറന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ച് അത് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ അത് സാധാരണ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അപകടത്തിൽപ്പെടും. ഇങ്ങനെ എയർ ഷോയിൽ അവർ കൂടുതൽ അഭ്യാസം കാണിക്കുമ്പോഴത്തേക്ക് പെടും. അത് ലോകത്ത് പല സ്ഥലത്ത് സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ദുബായ് എയർ ഷോയിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. പ്ലെയിൻ തകരുകയും പൈലറ്റ് മരിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ സംഭവമാണ്. എന്തായാലും ശരി, അതിനെപ്പറ്റി കാര്യമായ അന്വേഷണം നടത്തണമെന്നാണ്. അത് പ്രധാനമന്ത്രി പോലും ഇന്നുവരെ ഒന്നും മിണ്ടിയിട്ടില്ല, രാജ്യരക്ഷാ മന്ത്രി മിണ്ടിയിട്ടില്ല, ആഭ്യന്തരമന്ത്രി മിണ്ടിയിട്ടില്ല. ഇവരെല്ലാം ഉറക്കം നടിക്കുകയാണ്, അതേ ഉറങ്ങുകയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, അതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണം തന്നെ. അട്ടിമറി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാനൊക്കില്ല. അപ്പൊ പല സാധനങ്ങളും പുറത്തുനിന്ന് വരുന്നതുണ്ട് അതിൽ, അല്ലാതെ തദ്ദേശമായിട്ട് 100% തദ്ദേശമായിട്ട് വികസിപ്പിച്ചെടുത്തൊന്നും അല്ല. അപ്പോൾ അതിൽ ചില അപാകതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി വീണ്ടും നമ്മൾ അവിടെ മോശപ്പെട്ടവരായി, നമ്മുടെ അഭിമാനം അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ചൈനക്കാരും പാകിസ്ഥാനികളും ഒക്കെ നമ്മളെ കളിയാക്കുന്നുണ്ട്. അവരുടെ യുദ്ധവിമാനം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ബാക്കിയുള്ളത് 115 രാജ്യങ്ങളിൽ നിന്നാണ് എയർ ഷോയിൽ പങ്കെടുത്തത്. 200ഓളം യുദ്ധവിമാനങ്ങളാണ് അവിടെ അഭ്യാസം കാണിച്ചത്. അതിൽ നമ്മുടെ വിമാനം മാത്രമാണ് തകർന്നു വീണത്. അതിനെപ്പറ്റി നല്ല അന്വേഷണം നടത്താൻ നമ്മളെന്ന് പറയുന്ന ഓരോ ഇന്ത്യൻ പൗരനും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ അഭിമാനിക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇമേജ് ഉണ്ട്. ആ ഇമേജ് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ പൗരനും. അപ്പൊ ഇവിടെ വന്നിരുന്ന് ചെറ്റത്തരം പറയുന്ന RSSകാരനായിരുന്നാലും ക്രിസംഖികളായിരുന്നാലും അവനൊക്കെ ശരിയായ ശിക്ഷ കൊടുക്കണം. അവനെയൊക്കെ ഈ വിദ്വേഷവും വെറുപ്പും വളർത്താൻ ഒരു കണക്കിന് ഇവിടെ സഹായിക്കുന്ന പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കണം. നമ്മൾ ഒരു രാജ്യം, ഒരു ജനത ഒറ്റക്കെട്ടായി നിൽക്കേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ നിൽക്കാതെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഈ തെമ്മാടി കൂട്ടങ്ങൾക്ക്, അത് ക്രിസംഖി ആയിരുന്നാലും ശരി, സംഘി ആയിരുന്നാലും ശരി, നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിലെ മുസ്ലിം വന്നിരുന്ന് വിഷം തുപ്പൊന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഒരുപാട് ചാനലുകളിലൂടെ കാണുന്നുണ്ട്. വിമർശിക്കുന്നതല്ലാതെ, വിമർശനം അതായത് തെറ്റും ശരിയും നമ്മൾ വിമർശിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരായി പോവില്ലേ? ചോദിക്കാനും പറയാനും ആൾ വേണ്ടേ? ഇവിടെ എന്തുകൊണ്ട് പ്രതിപക്ഷം വേണമെന്ന് പറയുന്നത്? ജനാധിപത്യം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? പ്രതിപക്ഷം ഉള്ളത് കൊണ്ടാണ്. പ്രതിപക്ഷം ചോദ്യം ചോദിക്കും, അതിന് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും, അത് ചർച്ച വരും, അങ്ങനെ ചർച്ചയ്ക്ക് എടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ പിന്നെ ജനാധിപത്യം നിലനിൽക്കുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി. പക്ഷെ വെറുപ്പും വിദ്വേഷവും ഈ വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഈ കാസ പോലുള്ള ചെറ്റകളാ, ഈ ക്രിസംഖികളാ, ചാനൽ നടത്തുന്ന ഒരുപാട് ക്രിസംഖികളും ഈ സംഘപരിവാർ, അതായത് മോഡിയെ വെറുതെയെങ്കിലും സ്തുതിക്കുക, മോഡി പറയുന്നതും പറയാത്തതും ഒക്കെ അവരായിട്ട് പറയുക, ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അവർ പ്രഖ്യാപിക്കുക. പാകിസ്ഥാനുമായിട്ട് എന്തുകൊണ്ട് യുദ്ധത്തിന് പോകുന്നില്ല എന്ന് ആര് ക്രിസംഖി ചാനൽ ചോദിക്കുകയാണ്. ആ കാട് ബോംബ് പ്രസ്ഫോടനം നടന്നില്ലേ, എന്തുകൊണ്ട് പാകിസ്ഥാൻ അടിക്കുന്നില്ല? എന്ത് ചെറ്റത്തരമാണ് പറയുന്നത്? അതുപോലെ തുർക്കി എന്തുകൊണ്ട് അടിക്കുന്നില്ല? അപ്പൊ എന്ത് ഇന്ത്യ ചട്ടം രാജ്യമാണ്? ലോകത്തിലെ പോലീസാ?
തുർക്കിയെയും പിന്നെ പാകിസ്ഥാനെയൊക്കെ അടിക്കാൻ പോകാൻ. അപ്പൊ യവന്മാര് പറയുമ്പോഴത്തേക്ക് നമ്മൾ അടിക്കാൻ പോണമെന്നാ. അപ്പോ നമ്മുടെ പാരമ്പര്യം എന്താണെന്നൊക്കെ യവന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. യവനെയൊക്കെ പിടിച്ച് അകത്തിടണം. നാട്ടില് ഇല്ലാത്ത കുഴപ്പങ്ങൾ